ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങളുടെ സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ. പ്രവർത്തനം 1 നോക്കൂ. നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഏത്? അതെ, ഡൽഹി അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? മധ്യകാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഭരണാധികാരികളുടെ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. അവ നടപ്പിലാക്കിയ ഭരണാധികാരികൾക്കനുസരിച്ച് ക്രമീകരിച്ച് എഴുതുക എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ നൽകിയിട്ടുള്ളതൊക്കെ എന്താണ്? സംഭാവനകളാണ് ഇതൊക്കെ നൽകിയിട്ടുള്ളത്. ഇനി നോക്കൂ, താഴെ ഒരു ടേബിൾ നൽകിയിരിക്കുന്നുണ്ട്. ഭരണകർത്താക്കൾ, സംഭാവനകൾ. അപ്പോൾ കുത്തുബ്ദീൻ ഐബക്ക് 1206 ഡൽഹി കേന്ദ്രമാക്കിയിട്ട് ഭരണം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നോക്കൂ, നെക്സ്റ്റ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇൽത്തുമിഷാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള സംഭാവനകളിൽ ഇൽത്തുമിഷിൻ്റെ സംഭാവന ഏതാണ് കൂട്ടുകാരെ? യെസ്, ഇൽത്തുമിഷാണ് അല്ലേ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൽത്തുമിഷിൻ്റെ സംഭാവനകൾ എഴുതാം. ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. നെക്സ്റ്റ് അലാവുദ്ദീൻ ആണല്ലേ. അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇറാഖിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്ത് എന്ത് ചെയ്യാണ്? സൈന്യത്തെ ശക്തിപ്പെടുത്തി. ദെൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റി. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് ബാബർ ആണല്ലേ. ബാബറിന്റെ സംഭാവന ഏതാണ്? യെസ്, ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തു. നെക്സ്റ്റ് ഔറംഗസേബ് അല്ലേ. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ ഭരണകർത്താക്കളും സംഭാവനകളും കൃത്യമായിട്ട് എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നവയിൽ ഡൽഹി അധികാര കേന്ദ്രമാകാൻ സഹായിച്ച മൂന്ന് ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഉൾപ്പെടുന്നത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആരവല്ലി പർവ്വതനിരകൾ, നർമ്മദ, താപ്തി, സിന്ധു, ഗംഗാ സമതലം. ദെൻ നർമ്മദ, താപ്തി, സിന്ധു, ഗംഗാ സമതലം, യമുന നദി. ദെൻ സിന്ധു, ഗംഗാ സമതലം, ആരവല്ലി പർവ്വതനിരകൾ, യമുന നദി. ദെൻ യമുന നദി, സിന്ധു, ഗംഗാ സമതലം, വിന്ധ്യ സത്പുര. അപ്പം ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? അതെ, സിന്ധു, ഗംഗാ സമതലം, ആരവല്ലി പർവ്വതനിരകൾ, യമുന നദി. അപ്പം ഏതാണ് തന്നിരിക്കുന്നവയിൽ ഡൽഹി അധികാര കേന്ദ്രമാകാൻ സഹായിച്ച മൂന്ന് ഭൂമിശാസ്ത്ര ഘടകങ്ങൾ? സിന്ധു, ഗംഗാ സമതലം, ആരവല്ലി പർവ്വതനിരകൾ, യമുന നദി. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി നോക്കാം. സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്? വിവിധ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചർ എന്താണ്? പിഗ്മികളാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇന്യൂട്ടുകളാണ്. ദെൻ മരുപ്പച്ചകൾ നൽകിയിട്ടുണ്ട്. ദെൻ മധ്യരേഖ നിത്യഹരിത വനങ്ങളും നൽകിയിട്ടുണ്ട്. അവയുടെ ചിത്രങ്ങളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ 4 എണ്ണം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവയിൽ ഏതെങ്കിലും നന്നായിട്ട് അറിയാവുന്ന, നിങ്ങൾക്ക് നന്നായി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഏതെങ്കിലും 2 എണ്ണത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് പിഗ്മികളെ കുറിച്ച് എഴുതാം. ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിൽ അധിവസിക്കുന്നവരാണ്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ് ഇവർക്ക്. കാവ അഥവാ മരച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം. കൂടാതെ കായ്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ മാനിന്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുണ്ടാക്കുന്നു. വനങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണിവർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ആദ്യം ഇതുപോലെ പിഗ്മികളെ കുറിച്ചിട്ട് എഴുതുകയാണെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്യൂട്ടുകളെ കുറിച്ച് എഴുതാം. വടക്കേ അമേരിക്ക, യൂറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. പ്രതികൂല കാലാവസ്ഥയിലും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇന്യൂട്ടുകൾ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജീവിത ഉപാധി. ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് വസിക്കുന്നില്ല. സഞ്ചാരവേളയിൽ മറ്റ് സമൂഹങ്ങളുമായി അവശ്യ സാധനങ്ങൾ കൈമാറ്റം നടത്തുന്നു. തിമിംഗലത്തിന്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ചും ഇവർ വീടുകൾ നിർമ്മിക്കാറുണ്ട്. ഇന്യൂട്ടുകൾ വേനൽക്കാലത്ത് സീൽ, റെയിൽ, ഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളായും പ്രയോജനപ്പെടുത്തുന്നു. ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താത്കാലിക വാസസ്ഥലങ്ങളെ ഇഗ്ലു എന്ന് വിളിക്കുന്നു.
നെക്സ്റ്റ് നമുക്ക് മരുപ്പച്ചകളും അതുപോലെ തന്നെ മധ്യരേഖ നിത്യഹരിതവനങ്ങളും എഴുതാവുന്നതാണ്. ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും രണ്ടെണ്ണത്തെക്കുറിച്ച് എഴുതുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. നൽകിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏതെന്നാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. കലഹാരി, ബുഷ്മൻ, അറേബ്യൻ മരുഭൂമി, ബെഡോയിലുകൾ, ദെൻ മലേഷ്യ, സൊമാങ്കൾ, സഹാറ, ത്വാറെ. അപ്പോൾ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്ത ജോഡി എന്ന് പറയുന്നത്? അതെ, തേർഡ് ഓപ്ഷൻ ആണ് അല്ലേ. ഏതാണ്? മലേഷ്യ സൊമാങ്ങുകളാണ്. മലേഷ്യ സൊമാങ്ങുകൾ. ഓക്കെ, ദെൻ പ്രവർത്തനം 3 നോക്കാം. ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ഏത് ഭരണക്രമമാണ്? അത് ജനാധിപത്യ ഭരണക്രമമാണ്. ജനാധിപത്യ ഗവൺമെന്റിന് യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. യെസ്, ഇവിടെ കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അതിൽ ജനാധിപത്യ ഗവൺമെന്റിന് യോജിച്ച പ്രസ്താവനകൾ നമ്മളോട് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കൂ, ജനാഭിലാഷം മാനിക്കുന്നു, ദെൻ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ജനങ്ങൾ ഭരണാധികാരിയോട് കടപ്പെട്ടിരിക്കുന്നു, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികളും ജനങ്ങളും വ്യത്യസ്ത നിയമത്തിന് വിധേയരാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കൂട്ടുകാരെ യോജിച്ച പ്രസ്താവനകൾ എന്ന് പറയുന്നത്? നമ്മളോട് യോജിച്ച പ്രസ്താവനകളല്ലേ തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് യോജിച്ച പ്രസ്താവനകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ജനാഭിലാഷം മാനിക്കുന്നു, ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണല്ലേ. ദെൻ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ദെൻ ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ദെൻ നെക്സ്റ്റ് ഏതാണ്? ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. അപ്പോൾ ഇവയൊക്കെയാണ് യോജിച്ച പ്രസ്താവനകൾ അല്ലേ, ജനാധിപത്യ ഗവൺമെന്റിന് യോജിച്ച പ്രസ്താവനകൾ. ദെൻ ബി ക്വസ്റ്റ്യൻ, മ്യാൻമറിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ രൂപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, പട്ടാള ഭരണമാണ് അല്ലേ. മ്യാൻമറിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ രൂപം ഏതാണ്? പട്ടാള ഭരണം. ദെൻ 4ാമത്തെ ചോദ്യം നോക്കിയാലോ. നമുക്ക് 4ാമത്തെ പ്രവർത്തനം നോക്കാം. മധ്യകാല കേരളത്തിൽ പെരുമാക്കന്മാരുടെ ഭരണ തകർച്ചയെ തുടർന്ന് നാടുവാഴികൾ അധികാരത്തിലെത്തി. മധ്യകാല കേരളത്തിലെ പെരുമാക്കന്മാരുടെ ഭരണത്തെ തുടർന്ന് വന്ന നാടുവാഴികളുടെ ഭരണത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നോക്കൂ, പെരുമാക്കന്മാർ CE 9ാം നൂറ്റാണ്ടിൽ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം. നാടുവാഴികളോ CE 12ാം നൂറ്റാണ്ടോടെ നാടുവാഴികൾ അതാത് നാടുകളിൽ ഭരണം ആരംഭിച്ചു. നെക്സ്റ്റ് പെരുമാക്കന്മാർ നമുക്ക് നോക്കാം. ഭരണാധികാരികൾ കുലശേഖരർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ഇന്നത്തെ കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അന്ന് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ ഭരണം വ്യാപിച്ചിരുന്നു. നാടുവാഴികളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? അതെ, സ്വരൂപം എന്നറിയപ്പെടുന്നു അല്ലെ. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപം എന്ന് അറിയപ്പെടുന്നു. ദെൻ കുടുംബത്തിലെ മൂത്ത അംഗം അധികാരം കൈയാളിയിരുന്നു. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. കുടുംബത്തിലെ മൂത്ത അംഗം അധികാരം കൈയാളിയിരുന്നു. ദെൻ നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസമുണ്ടായിരുന്നു. നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മധ്യകാല കേരളത്തിലെ അങ്ങാടികളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് അല്ലേ. എന്താണ്? മധ്യകാല കേരളത്തിലെ അങ്ങാടികളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. മധ്യകാലഘട്ടത്തിൽ സമുദ്ര വ്യാപാരം വളരെയധികം പുരോഗതി കൈവരിച്ചു. കയറ്റുമതി ചരക്കുകളുടെ ആവശ്യം വർദ്ധിച്ചു. ഇത് ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം വിളകളുടെ കൃഷി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. വിപണികളിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. വിപണികളുടെ വികസനം പ്രാദേശിക വ്യാപാരം ശക്തിപ്പെടുത്താൻ സഹായിച്ചു. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി എന്നിവയായിരുന്നു അക്കാലത്തെ പ്രധാന വിപണികൾ. കടൽ വ്യാപാരത്തിലൂടെ നിരവധി ചരക്കുകൾ കേരളത്തിലെ വിപണികളിൽ എത്തി. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ അങ്ങാടികളെ കുറിച്ചൊരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 5 നോക്കിയാലോ. CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ലോക ചരിത്രത്തിൽ മധ്യകാലം എന്ന് അറിയപ്പെടുന്നു. മധ്യകാല യൂറോപ്പിൽ വിവിധ മേഖലകളിലുണ്ടായ പുരോഗതി വ്യക്തമാക്കുന്ന ആശയ ഭൂപടം പൂർത്തീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. മധ്യകാല യൂറോപ്പ്. ദെൻ നഗരങ്ങൾ, വാസ്തുവിദ്യ, വിജ്ഞാനം എന്ന് നൽകിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നഗരങ്ങളല്ലേ. ഫസ്റ്റ് നഗരങ്ങളാണ്. അവിടെ എന്താണ് വരേണ്ടത്? വ്യാപാര കരകൗശല കേന്ദ്രങ്ങൾ എന്താണ്? ക്രമേണ നഗരങ്ങളായി തുറമുഖങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളായി വികസിക്കുകയും നഗരങ്ങളായി മാറുകയും ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡ് നോക്കൂ. മധ്യകാല യൂറോപ്പ് വാസ്തുവിദ്യ, കൂർത്ത ഗോപുരങ്ങൾ കാണപ്പെടുന്ന ഗോതിക് ശൈലി നിലവിൽ വന്നു. അപ്പം നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം.
കമാനങ്ങളും വിശാലമായ അകത്തളങ്ങളും ഈ കാലയളവിൽ നിർമ്മിച്ച പള്ളികളുടെ സവിശേഷതകളാണ്. ഈ വാസ്തുവിദ്യയുടെ ശൈലി റോമൻ ശൈലി എന്നറിയപ്പെടുന്നു. ദെൻ തേർഡ് വിജ്ഞാനമല്ലേ, മധ്യകാല യൂറോപ്പ് വിജ്ഞാനമാണ്. ലാസ്റ്റ് പോയിന്റായിട്ട് കൊടുത്ത വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായി നിരവധി സർവകലാശാലകൾ ഉണ്ടായിരുന്നു. നോക്കൂ, ആൻസർ എന്താണ്? 3 പള്ളികളും ആശ്രമങ്ങളും പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു എന്ന് നമുക്ക് എഴുതാമല്ലോ. പള്ളികളും ആശ്രമങ്ങളും പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു. അപ്പം നമ്മൾ 3 പൂരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക നിങ്ങൾ? ഈ മധ്യകാല യൂറോപ്പിൽ വിവിധമായ പുരോഗതി വ്യക്തമാക്കുന്ന ഈ ആശയ ഭൂപടം പൂർത്തീകരിക്കുക. ദെൻ മധ്യകാല ഇന്ത്യയിൽ ചൈനക്കാർ നൽകിയ സംഭാവനകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അച്ചടി യന്ത്രവും തോക്കുപൊടിയും ചൈനക്കാർ കണ്ടുപിടിച്ചു. യൂറോപ്യക്കാർ ചൈനക്കാരിൽ ഇവയെക്കുറിച്ചുള്ള അറിവ് നേടി. അച്ചടി സാങ്കേതിക വിദ്യ അറിവ് വികസിപ്പിക്കാൻ സഹായിച്ചു. നാവിഗേഷൻ സമയത്ത് ദിശ കണ്ടെത്തുന്നുള്ള ഉപകരണമായി നാവികന്റെ കോമ്പസും ഒരു ചൈനീസ് സംഭാവനയാണ്. വാസ്തുവിദ്യയിലും അവർ മികവ് പുലർത്തി. ബുദ്ധ മത ആരാധനാലയങ്ങളായ പഗോഡകളുടെ നിർമ്മാണത്തിൽ ഇത് വ്യക്തമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ പ്രവർത്തനം 6 നോക്കിയാലോ നമുക്ക്. കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. അവകാശങ്ങളും കടമകളും പരസ്പരം ബന്ധപ്പെടുത്തി തന്നിരിക്കുന്നവ പൂർത്തീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അവകാശങ്ങൾ നോക്കൂ. കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശം. ദെൻ പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അപ്പം കടമകളിൽ നമുക്ക് എന്ത് എഴുതാം? യെസ്, ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും നൽകുക എന്നത് എൻ്റെ കടമയാണ്. ദെൻ നോക്കൂ, കടമ നൽകിയിട്ടുണ്ടല്ലോ. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമ. അപ്പം അവകാശം ഏതാണ്? വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. ദെൻ പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അവകാശങ്ങളിൽ അല്ലേ. ദെൻ കടമകളിൽ അപ്പം നമുക്ക് ഏത് എഴുതാം? യെസ്, രാഷ്ട്ര സേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. രാഷ്ട്ര സേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. ദെൻ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രൂപീകരിച്ചിട്ടുള്ള പ്രധാന കമ്മീഷനുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? നമുക്കറിയാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ഏതാണ്? അതെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമാണ് അല്ലേ. ദെൻ പ്രവർത്തനം 7 നോക്കാം. ഗ്രാമനഗര സമൂഹങ്ങളുടെ സവിശേഷതകൾ വ്യത്യസ്തമാണ്. നൽകിയിരിക്കുന്ന സൂചനകളെ അടിസ്ഥാനമാക്കി ഗ്രാമസമൂഹവും നഗരസമൂഹവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം അതിന് ഹിൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ജീവിത രീതി, തൊഴിൽ, അയൽപ്പക്ക ബന്ധങ്ങൾ, വേഷവിധാനം. അപ്പം ഈ പോയിന്റ്സ് ഒക്കെ ഉൾക്കൊള്ളിക്കണം എന്നല്ലേ നമ്മൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുമ്പോൾ. ഓക്കെ, നമുക്ക് എഴുതാം. നമുക്ക് ഗ്രാമസമൂഹം എഴുതാം അല്ലേ. ആളുകൾ പരസ്പരം അടുത്തിടപഴകുകയും പരസ്പരം അറിയുകയും ചെയ്യുന്ന അവരുടെ വസ്ത്രങ്ങൾ ലളിതമാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതശൈലിയും. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പരമ്പരാഗത ഗ്രാമീണ സമൂഹങ്ങളുടെ പ്രധാന തൊഴിലാണ്. ദെൻ കന്നുകാലി വളർത്തലും കരകൗശല വസ്തുക്കളും അവരുടെ ജീവിത മാർഗമാണ്. ദെൻ പരമ്പരാഗത ഗ്രാമങ്ങളിൽ സംയുക്ത കുടുംബ വ്യവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പല ഗ്രാമീണ സംയുക്ത കുടുംബങ്ങൾക്കും അവരുടെ ഗോത്രങ്ങൾ ഏറ്റെടുത്ത പരമ്പരാഗത തൊഴിലുകളുണ്ടായിരുന്നു. ദെൻ ബന്ധങ്ങൾക്ക് ഗ്രാമങ്ങൾ പ്രാധാന്യം നൽകുന്നു. അവർ പരസ്പരം സന്തോഷവും സങ്കടവും പരിപാലിക്കുകയും ചെയ്യുന്നു. സാധാരണയായി അവരെല്ലാം ആചാരങ്ങളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കുന്നു. ഗ്രാമവാസികൾ മറ്റുള്ളവരെ സഹായിക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്നു. ഉത്സവങ്ങൾക്ക് ഗ്രാമജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. വിളവെടുപ്പ് ഉത്സവങ്ങളായിരുന്നു ഗ്രാമങ്ങളിലെ പ്രധാന ആഘോഷങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം? നഗര സമൂഹത്തെക്കുറിച്ച് എഴുതാമല്ലേ. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. നിരവധി ഭാഷകൾ സംസാരിക്കുക, വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കുക, വ്യവസായവും വ്യാപാരവുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ്. വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രം, മാളുകൾ, സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് അല്ലേ. ഇതിന് ആധുനിക ജീവിതശൈലി, ഉയർന്ന ജനസാന്ദ്രത. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഏതു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പേരിലാണ്? ഊരൽ, ചേരികൾ എന്നൊക്കെ പേരിലാണ് അല്ലേ. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഏതു പേരിലാണ്? ചേരികൾ അഥവാ ഊരല്ലേ. ദെൻ ഊര് എന്ന ആൻസർ എന്താണ് അല്ലേ. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച സ്ഥലം പേരെന്താണ്? അറിയപ്പെടുന്ന പേരെന്താണ്? യെസ്, ഊര്. ഓക്കെ, ദെൻ പ്രവർത്തനം 8. പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളാണ് വിഭവങ്ങൾ. നൽകിയിരിക്കുന്ന വിഭവങ്ങളെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീരുന്നവ അല്ലാത്തവ എന്ന് പട്ടികപ്പെടുത്തുക. നോക്കൂ, ഉപയോഗത്തിനനുസരിച്ച് തീരുന്ന വിഭവങ്ങളെന്നും ഉപയോഗത്തിനനുസരിച്ച് തീരാത്ത വിഭവങ്ങളെന്നും എഴുതിയിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? ജലം, സൂര്യപ്രകാശം, പ്രകൃതിവാതകം, പെട്രോളിയം, കൽക്കരി, കാറ്റ്. അപ്പോൾ ഇതിൽ ഉപയോഗത്തിനനുസരിച്ച് തീരുന്ന വിഭവങ്ങൾ
വിഭവങ്ങൾ ഏതൊക്കെ എഴുതാൻ നമുക്ക്? പ്രകൃതിവാതകം, പെട്രോളിയം, കൽക്കരി. ഇതിന് ഉപയോഗത്തിനനുസരിച്ച് തീരാത്ത വിഭവങ്ങൾ യെസ് ജലം, സൂര്യപ്രകാശം, കാറ്റ്. ഏതൊക്കെയാണ്? ജലം, സൂര്യപ്രകാശം, കാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് വിഭവ ശോഷണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കൂട്ടുകാരി വിഭവ ശോഷണം? യെസ്, അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് എന്ത്? യെസ്, വിഭവ ശോഷണം എന്ന് പറയുന്നത്. ജനസംഖ്യാ വർധനവ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ, വ്യവസായവൽക്കരണം എന്നിവ പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇത് അമിതമായ വിഭവ ശോഷണത്തിന് വഴിതെളിച്ചു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? എന്താണ് വിഭവ ശോഷണം എന്നിങ്ങനെ ഇതുപോലെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.